അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കാണ്. വൈകിട്ട് നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചിക്കനാണ്. അപ്പോൾ ഇതിൻ്റെ പേര് ചിക്കൻ ബ്രെഡ് റോൾ എന്നാണ്. ഈ പേര് ഞാൻ തന്നെ ഇട്ടൊരു പേരാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഈ പേര് ഇതിന് യോജിക്കുന്നുണ്ടോ എന്നുകൂടി ഒന്ന് പറയണേ കമൻറ്റ് ചെയ്ത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾ ഈ സ്നാക്ക് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് കൂടി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ചിക്കൻ ബ്രെഡ് റോള് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടത്തക്ക രീതിയിൽ വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ ഇത്രയും മതിയാവും. അധികം ഫ്ലേവറിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 3 ചെറിയ സൈസ് പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ഇത് കുരുമുളക് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അധികം എരിവ് ആവശ്യമില്ല. അപ്പോൾ 1/2 ടീസ്പൂൺ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ സവാള ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചിക്കൻ ഞാനിതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വേവിച്ച് അതിൻ്റെ എല്ലൊക്കെ നീക്കം ചെയ്ത് ചെറിയ പൊടിയാക്കി എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയില ഇഷ്ടമില്ലാത്തവർ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം 1/4 ടീസ്പൂൺ മതിയാകും. അപ്പോൾ ഉരുളക്കിഴങ്ങും ചിക്കനും നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മസാലപ്പൊടി. ഇനി ഈ ചേരുവകളെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ കൈ ഉപയോഗിച്ചോ ഫോർക്ക് ഉപയോഗിച്ചാൽ അധികം നന്നായിട്ട് മിക്സ് ആവില്ല. അപ്പം നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ പൊടികളൊക്കെ ചേർക്കുമ്പോൾ അധികം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഇതൊരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് ചായയുടെ ഒക്കെ കഴിക്കുമ്പോൾ അധികം എരിവൊക്കെ ഉള്ളത് ഒരു രുചികരമായിട്ട് തോന്നില്ല. അതുകൊണ്ട് നമുക്ക് അധികം പൊടികളൊന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഇതുപോലെ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 4 ബ്രെഡോളം എടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് ബ്രെഡ് ചെറുതായിട്ട് ഒന്ന് നനച്ച് കൊടുക്കുക. 1 കപ്പ് വെള്ളം എടുത്തിട്ട് ബ്രെഡ് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. ബ്രെഡിൻ്റെ എല്ലാ സൈഡിലും കുതിർന്ന് കിട്ടത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ബ്രെഡ് നനച്ചെടുക്കുക. ഒത്തിരി വെള്ളം ഓവറായി പോകരുത്. ഒന്ന് കുതിർന്ന് കിട്ടത്തക്ക രീതിയിൽ ബ്രെഡ് ഇതുപോലെ ഒന്ന് നനച്ചെടുക്കണം. അപ്പം നനച്ചെടുത്തിട്ടുള്ള ഈ ബ്രെഡ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ ബ്രെഡ് ഇതുപോലെ അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ആ മിക്സും ബ്രെഡും നന്നായിട്ട് ഇതുപോലെ കൈകൊണ്ട് ശരിക്കും കുഴച്ച് കൊടുക്കാം. ഇത് നല്ലതുപോലെ കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കണം കേട്ടോ കുഴച്ചെടുക്കേണ്ടത്. അത് റോള് പോലെ ആക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അധികം വെള്ളമൊന്നും കൂടി പോകരുത്. മാക്സിമം വെള്ളമൊക്കെ ഒഴിവാക്കുക. ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോഴാണെങ്കിലും അധികം വെള്ളം ചേർത്ത് വേവിക്കാതിരിക്കുക. അപ്പോൾ ഇതുപോലെ ഈ ഒരു പരുവത്തിൽ വേണം ഇത് കിട്ടാൻ. ഇനി നമുക്കിത് റോള് പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ വലിയതായിട്ടാണെങ്കിൽ അങ്ങനെ, ചെറിയ റോളാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഒരു മീഡിയം സൈസിൽ ഞാനിത് റോള് പോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത് കിട്ടും. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഈ റോള് പോലെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ റോളുകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു 6 മീഡിയം സൈസ് റോളുകളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം 3 ഉരുളക്കിഴങ്ങ് വെച്ച് ചെയ്യുമ്പോൾ 6 റോളാണ് ഞാൻ ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇനി ഈ റോള് നമുക്ക് റസ്ക് പൊടിയിൽ മുക്കിയെടുത്തിട്ടാണ് പൊരിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ള റസ്ക് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ. അതുമല്ല നിങ്ങൾക്ക് പുറത്തുനിന്ന് റസ്ക് പൊടിയായിട്ട് വാങ്ങണമെങ്കിൽ അങ്ങനെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതെന്തായാലും ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ള റസ്ക് പൊടിയാണ്. ഇനി നമ്മുടെ റോള് അതിലേക്ക് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ നല്ലതുപോലെ ഇതൊന്ന് മുക്കിയെടുക്കണം. അപ്പോൾ മുക്കിയെടുത്ത് കഴിയുമ്പോൾ ഒരു തിക്കായിട്ട് ഇത് ഉറച്ച് കിട്ടും. ഇനി ഇത് നമുക്ക് പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ
പൊരിച്ച് കോരിയെടുക്കാം. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ പൊരിക്കേണ്ട, നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, റസ്ക് പൊടിയിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുമ്പോൾ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം പൊരിച്ചെടുക്കാൻ. റസ്ക് പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ എല്ലാ റോളുകളും നമുക്ക് അതിലേക്ക് ഇട്ട് പൊരിച്ച് കോരിയെടുക്കാം. അപ്പോൾ ഈ റോള് മുക്കി കഴിക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു മല്ലിയില ചമ്മന്തി കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സോസിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മല്ലിയില ചമ്മന്തിയാണ്. അപ്പോൾ റോള് പൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് മല്ലിയില ചമ്മന്തി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ മല്ലിയില ചമ്മന്തി നമുക്ക് വളരെ ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ട് വേഗത്തിൽ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് മല്ലിയില മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 അല്ലി വെളുത്തുള്ളി കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ ഞാനൊരു 3 പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നാരങ്ങാ നീരാണ്. അപ്പോൾ കുരു അതിലേക്ക് വീഴാതെ നാരങ്ങാ നീര് ഒരു നാരങ്ങ ഫുള്ളായിട്ട് തന്നെ പിഴിഞ്ഞെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ മല്ലിയില ചട്നിയുടെ പരിപാടി. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ പേസ്റ്റ് പോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ, നല്ല പച്ച കളറൊക്കെ ആയിട്ട്. കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണിത്. അപ്പോൾ നമ്മുടെ മല്ലിയില ചട്നി കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ റോളും മല്ലിയില ചട്നിയുമാണ് ഇന്നത്തെ നമ്മുടെ കോമ്പിനേഷൻ. അപ്പോൾ 2 ഐറ്റവും ഇവിടെ കറക്റ്റായിട്ട് നല്ല സെറ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് കൂടി നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും